ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മള് കർമ്മസന്യാസ യോഗം എന്ന 5-ാം അധ്യായമാണ് ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച 9-ാമത്തെ ശ്ലോകമാണ് എടുത്ത് നടത്തിയത്. ഇന്ന് നമുക്ക് 10-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങാം. ശ്ലോകം 10. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സത്പാവേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പദ്മപത്രമിവാംഭസോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്തേന സ പാപേന പത്മപത്രമിവാംഭസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദന്റെ വിവർത്തനം ഭാവാർത്ഥവും. സംഘം തെക്ത്വ
ആസക്തി കൂടാതെ കർമാണി കർമ്മങ്ങളെ ബ്രഹ്മണി പരമപുരുഷന് ആദായ സമർപ്പിച്ചുകൊണ്ട് യഹ യാതൊരുവനാണോ കരോതി കർമ്മം ചെയ്യുന്നത് സഹ അവൻ പത്മപത്രം താമര ഇല അംബസ ഇവ ജലത്താൽ എന്ന പോലെ പാപേന പാപത്താൽ ന ലിപ്യതേ ബാധിക്കപ്പെടുന്നില്ല. ആസക്തി കൂടാതെ കർമ്മങ്ങളെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് യാതൊരുവനാണോ കർമ്മം ചെയ്യുന്നത് അവൻ താമരയില ജലത്താൽ എന്ന പോലെ പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്നും പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല. എന്ത് പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല? നമ്മുടെ കർമ്മങ്ങൾ. അപ്പോ എങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ, ദൈനംദിന പ്രവർത്തനങ്ങള് പാപം ഇല്ലാത്തതാക്കാം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്. നമ്മൾ പൊതുവെ ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ പാപത്തിന്റെ ഒരു അംശം ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ചില ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വൈകുന്നേരം എന്റെ ജോലി പോയി എന്നും പറഞ്ഞു വരുന്നതാണ്. അപ്പൊ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും അയാളുടെ തലപ്പത്തിരിക്കുന്ന ആൾ അയാളുടെ കൈക്കൂലി വാങ്ങിക്കാൻ പറഞ്ഞു, അപ്പൊ ഇയാൾ കൂട്ടാക്കിയില്ല, അപ്പൊ അത് കാരണം ജോലി പോയി. അപ്പോ കൈക്കൂലി വാങ്ങിച്ചിട്ട് ജോലി നിലനിർത്തണോ അതോ കൈക്കൂലി വേണ്ടാന്ന് വെച്ചിട്ട് ജോലി കളയണോ? കാരണം കൈക്കൂലി വാങ്ങിയാൽ പാപമുണ്ട്, അപ്പോ വയറ്റിപ്പഴപ്പാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും ശരി എന്നാ കൈക്കൂലി വാങ്ങിച്ചിട്ട് അതിന് ശരി ജോലി നമുക്ക് നിലനിർത്താം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ പ്രവൃത്തികളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ എത്ര ജീവികളെ നമ്മൾ അറിയാതെ നമ്മുടെ കാലിന്റെ അടിയിൽ ടയറിക്കുന്നുണ്ട്. നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്രയും ചെറിയ ജീവികളാവും അവര്. ചില ഈ ജൈൻ സന്യാസിമാരൊക്കെ ഉണ്ട്, അവര് ഈ മുഖത്ത് എപ്പോഴും ഈ ശ്വാസോച്ഛ്വാസം അവർ പുറത്തേക്ക് എങ്ങനെ പോവാതിരിക്കാനായിട്ട്, കാരണം ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസത്തിന്റെ കൂടെ കുറെ അണുക്കള്, ബാക്ടീരിയകള് അവരുടെ വായ്ക്കകത്ത് കയറിയാൽ ചത്തുപോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? വായ മൂടിക്കെട്ടിട്ട് നടക്കുന്ന കാണാം വഴി കൂടെ നടക്കുമ്പോൾ. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? നമ്മളിപ്പോ കുളിക്കുമ്പോ ആ വെള്ളത്തിലുള്ള എത്രയോ അണുക്കള് ചത്തുപോകുന്നുണ്ട്. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മളെ വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും പാപം ഉണ്ടായിരിക്കും. ഇപ്പൊ ചില സന്യാസിമാരൊക്കെ കാണാം, നമ്മളുടെ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലല്ല, അല്ലാത്ത ചില സന്യാസിമാര് അവര് പറയുന്നേക്കാം ഞങ്ങൾ 40 വർഷമായിട്ട് കുളിച്ചിട്ടില്ല. കാരണം എന്താണ്? കുളിക്കുമ്പോ കുറെ ഈ ബാക്ടീരിയകളൊക്കെ ചത്തുപോകുന്ന കാരണം അവർ കുളി വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഈ 40 വർഷം കുളിക്കാതിരുന്നിട്ടും അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ദുർഗന്ധവും വമിക്കുന്നില്ല എന്നുള്ളതാണ് മഹാത്ഭുതം. അപ്പൊ അത് ഒരു തരം എന്താ മിസ്റ്റിക് പവർ, അവരുടെ യോഗസിദ്ധി കൊണ്ട് അവർക്ക് സാധിക്കുന്നതാണ്. അത് ശരീരത്തിന് ദുർഗന്ധം ഇല്ലാതെ കുളിക്കാതിരുന്നിട്ട് പോലും അവരത് അങ്ങനെ നിലനിർത്തി പോകുന്നത്, അതെല്ലാം ഒരുതരം യോഗശക്തികളാണ്. അപ്പോ നമ്മൾ ഓരോ പ്രവൃത്തികളിലും അതുപോലെ പാപം ഉണ്ടായിരിക്കും. നമ്മള് ജോലി ചെയ്തിട്ടായാലും ഉണ്ടാക്കുന്ന ഓരോ രൂപയിലും പാപത്തിന്റെ ഒരു അംശം കാണും. കാരണം ഇപ്പൊ ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ചീറ്റിങ് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം വേറൊരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിലൊക്കെ പാപമുണ്ട്. അപ്പൊ നമ്മള് ആ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളും ആ പാപത്തിന് കൂട്ടു നിൽക്കുകയാണ്. നമ്മളും അതിലൊരു ഭാഗഭാക്കാവാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആ പാപത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംശമാണ് നമുക്ക് ശമ്പളമായിട്ട് തരുന്നത്. അപ്പോ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു അത് അസാധ്യമാണ്, പാപം ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ നമുക്കത് എങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും? അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ ശ്ലോകത്തില്. ആസക്തി കൂടാതെ കർമ്മങ്ങളെ
പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് നീ നിന്റെ കർമ്മം ചെയ്യ് എന്നാണ് പറയുന്നത്. ഇവിടെ അർജുനനോട് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ പറയുന്നത് നീ മൂട്ടെ കൊല്ലുന്നല്ല പറയുന്നത്. നേരെ എതിർവശത്ത് നിൽക്കുന്ന മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും മനുഷ്യര് മാത്രമല്ല, ബന്ധുക്കള്, സുഹൃത്തുക്കള്, ഗുരുക്കന്മാര്, അവരെയൊക്കെ നീ വധിക്കുന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പോ എന്റെ ചോദ്യം എന്താണ്? നരകേ നിയതം വാസം. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് നരകത്തിൽ തന്നെ വസിച്ചോട്ടെ എന്നാണോ അങ്ങ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, നീ നിന്റെ കർമ്മം ചെയ്താലും അത് എനിക്ക് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അതിലെ പാപം ഇല്ലാതെ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഉദാഹരണം? പത്മപത്രം ഇവാംബസ. അതായത് അംബസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം, പത്മപത്രം എന്ന് പറഞ്ഞാൽ താമരയില. അപ്പൊ വെള്ളത്തിലെ താമരയില പോലെ നിനക്ക് പാപം ഏൽക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ താമരയിലയുടെ ഉദാഹരണം നമ്മൾ വൈദിക ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല സ്ഥലങ്ങളിലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ആ താമരയുടെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് അത്രയും പ്രത്യേകത താമരയ്ക്ക്. താമരയുടെ എതളിനോട്, താമരയുടെ പുഷ്പത്തിനോട്, താമര പുഷ്പത്തിനോട്, ഇതിനോടെല്ലാം ഭഗവാനെ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തില് 8-ാം അധ്യായത്തില് കുന്തി ദേവി ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ എന്ന് പറയുന്നുണ്ട്. അതായത് നമ പങ്കജനാഭായ, ഭഗവാന്റെ ആ നാഭി എന്ന് പറയുന്നത് ആ താമരയിതള് പോലെയാണ്. പിന്നെ നമ പങ്കജമാലിനി, അപ്പോ ഭഗവാൻ ധരിച്ചിരിക്കുന്നതോ താമരമാല. പിന്നെ നമ പങ്കജനേത്രായ, ഭഗവാന്റെ ആ കൺമിഴികൾ എന്ന് പറയുന്നത് അത് താമരയിതൾ പോലെയാണ്. നമസ്തേ പങ്കജാംഗ്രേ, ഭഗവാന്റെ ആ വിരലിന്റെ തുമ്പെല്ലാം ഈ താമരപ്പൂവിന്റെ ഓരോ എതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ അത് അറ്റത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് കൂർത്തിരിക്കും. അപ്പൊ ഭഗവാന്റെ വിരലുകളൊക്കെ അതുപോലെയാണ്, അറ്റത്തേക്ക് വരുന്നത് ഇത് കൂർത്തിരിക്കും. അപ്പോ ഈ താമര പുഷ്പം, താമരയില എന്നൊക്കെ പറയുന്നത് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കരകമലം, മുഖകമലം, കമലനയനൻ, കമലലോചനൻ. അപ്പോ അങ്ങനെ താമരയായിട്ടാണ് എല്ലാത്തിനെയും കമ്പയർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ താമരച്ചെടി വളരുന്നത് എവിടെയാണ്? ചെളിക്കുണ്ടിൽ അല്ലെ. ഇപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നിന്നാണ് താമര മുളച്ചു പൊന്തുന്നത്. ആ വെള്ളത്തിന്റെ അടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിയായിരിക്കും. ആ ചെളിയിലാണ് ഈ താമരച്ചെടി വളരുന്നത്. എന്നിട്ട് അത് വെള്ളത്തിൽ കൂടെ അങ്ങനെ വളർന്ന് പിന്നെ വെള്ളത്തിന്റെ പുറത്തേക്ക് വരും. ഇല വെള്ളത്തിൽ അങ്ങനെ കിടക്കും. പക്ഷെ വീണ്ടും അതിന്റെ തണ്ട് നീണ്ടു വന്ന് അത് സൂര്യന്റെ നേർക്ക് ദൃഷ്ടി ചലിപ്പിക്കും താമര പുഷ്പം. അങ്ങനെയാണ് സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോ ആ താമരപ്പൂ വീണ്ടും കൂമ്പിപ്പോവുകയും ചെയ്യും. ചില വണ്ടുകളൊക്കെ ആ താമരപ്പൂവിന്റെ ആ മണം ആസ്വദിക്കാനായിട്ട് ആ പൂവിനകത്ത് കയറിയിരിക്കും. പക്ഷെ സൂര്യൻ അസ്തമിക്കുമ്പോ ആ വണ്ട് അതിനകത്ത് തന്നെ പെട്ടുപോയി ചിലപ്പോൾ ചത്തുപോകാറുണ്ട്, ശ്വാസം കിട്ടാതെ. അപ്പൊ അത്രയും പ്രാധാന്യമാണ് താമരപ്പൂ. അങ്ങനെയുള്ള ആ താമരയുടെ പത്മപത്രം, താമരയുടെ ഇല പോലെ. താമരയുടെ ഇലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ താമര ഇലയില് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു നോക്കൂ, അത് ഈ മെർക്കുറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അത് ഒരിക്കലും ആ ഇലയെ സ്പർശിക്കില്ല. അപ്പോ അതാണ്. അതുപോലെ താമര ഒരിക്കലും ഈ താമരച്ചെടി ആ വെള്ളത്തിനെ ആ ഇലയിൽ സ്പർശിക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ നാം ഈ ഭൗതിക ലോകത്തിൽ താമരച്ചെടിയെ പോലെ നമ്മള് പാപം ഏൽക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോ നമ്മളെ ഈ ഭൗതിക ലോകത്തില് പാപികളാക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ നമ്മളെ പാപരഹിതരാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ
അർജുനനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരോട് നമ്മൾ അടുപ്പം കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒരിക്കലും പാപത്തിലേക്ക് എത്തിക്കില്ല. അതേസമയം നമ്മൾ ആത്മനഃ നമ്മളെ തന്നെ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും പാപം ഉണ്ടായിരിക്കും. ശ്രീമദ് ഭാഗവതത്തിന്റെ 3-ാം സ്കന്ധത്തില് കപിലദേവൻ അമ്മ ദേവാഹുതിയോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതായത് പ്രസംഗമചരം പാശം ആത്മന കവിയോ വിദുഹു സ ഏവ സാധുഷു കൃത്വ മോക്ഷദ്വാരം അപാവൃതം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കയറ് പോലെയാണ് നമ്മളുടെ ഈ ഭൗതിക ലോകത്തിനോടുള്ള തൃഷ്ണ, ആസക്തി. അതൊരു കയറ് പോലെ നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമ്മളെ ബന്ധിച്ചിടുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ അതേ ആസക്തി തന്നെ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരോട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മോക്ഷദ്വാരം അപാവൃതം, ആ മോക്ഷത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് അത് നമുക്ക് അൺലിമിറ്റഡ് ആണ്. അത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. അത്രയും വലുതാണ്, അത്രയും മഹത്തരമാണ് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ എങ്ങനെ നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ തളച്ചിടുന്നു, അതേ പ്രവൃത്തികൾ തന്നെ നമുക്ക് ഭഗവാനുള്ള സേവനമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ നമ്മളിപ്പോ സാധാരണയായിട്ട് ഇപ്പൊ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് പാപമുണ്ട് അല്ലെ, അയാളപ്പോ വധശിക്ഷയ്ക്ക് അർഹനാകും. അപ്പോ ജഡ്ജി ശിക്ഷ വിധിക്കും, അങ്ങനെ അയാളെ തൂക്കിലേറ്റും. പക്ഷെ ഒരു പട്ടാളക്കാരനാണ് ഇപ്പൊ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ ഇപ്പൊ നേരെ എതിർവശത്ത് നിൽക്കുന്ന ഒരു 20 പേരെ തോക്കൊണ്ട് വെടിവെച്ചിട്ടു എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വധശിക്ഷയല്ല, അയാൾക്ക് കിട്ടുന്നത് പരംവീര ചക്രമായിരിക്കും. കാരണം അയാളത് ചെയ്യുന്നത് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതേസമയം സാധാരണ വ്യക്തി ഒരാളെ വെടിവെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് എതിരാണ്. അപ്പോ അയാൾക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പാപവും ഏൽക്കേണ്ടി വരുന്നില്ല. ഈ ഭൗതിക ലോകത്തിൽ ആണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആസക്തി കൂടാതെ ജീവിക്കണം. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മസന്യാസ യോഗം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ. സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിക്കുക, കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ത്യജിക്കുക. കർമ്മങ്ങളെ നമുക്ക് എങ്ങനെ ത്യജിക്കാനായിട്ട് സാധിക്കും? നമ്മളത് ഭഗവാന്റെ സേവനമാക്കി മാറ്റുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ലാതെ നമ്മളത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി മാറ്റുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള പാപം ഏൽക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരാൾ കർമ്മം ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾ കർമ്മിയാകും. അതേസമയം അയാള് അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ അയാള് കർമ്മയോഗിയാവും. അപ്പൊ കർമ്മിയും കർമ്മയോഗിയും തമ്മില് വ്യത്യാസമുണ്ട്. യോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുത്താം. യുഞ്ജൻ ഇത് യോഗ. അപ്പൊ എങ്ങനെ ആരായിട്ട് ബന്ധപ്പെടുത്തണം? ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഒരാൾ ചെയ്യുന്ന കർമ്മം അത് കർമ്മയോഗം ആകുന്നത്. അപ്പോഴാണ് അയാള് കർമ്മി എന്നുള്ള പൊസിഷനിൽ നിന്ന് കർമ്മയോഗിയായിട്ട് മാറുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള കർമ്മയോഗം. അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് നമ്മൾ പാപം ഏൽക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 11. കായേന മനസാ ബുദ്ധ്യാ ബലൈരിന്ദ്രിയേര്യപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈർ ഇന്ദ്രിയേര്യപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈർ ഇന്ദ്രിയേര്യപി
യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന മനസാ ബുദ്ധ്യാ കേവലേന്ദ്രിയേരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്വക്താത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ബുദ്ധി കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്വക്താത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന മനസാ ബുദ്ധ്യാ കേവലൈന്ദ്രിയൈഃ അപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത ആത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന മനസാ ബുദ്ധ്യാ കൈവല്യരിന്ദ്രിയ രവീം യോഗിന കർമ്മ കുർവന്തി സംഗം ത്വക്താത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്വക്താത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. യോഗിനഹ കൃഷ്ണാബോധമുള്ള വ്യക്തികൾ സംഘം തെക്വ അനാസക്തരായി കായേന ശരീരം കൊണ്ടും മനസാ മനസ്സുകൊണ്ടും ബുദ്ധ്യ ബുദ്ധി കൊണ്ടും കേവലൈ ഇന്ദ്രിയൈഹി അപി ഇന്ദ്രിയങ്ങൾ കൊണ്ട് പോലും ആത്മശുദ്ധയെ ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം കർമ്മം കുറുവന്തി കർമ്മം ചെയ്യുന്നു. കൃഷ്ണാബോധമുള്ള വ്യക്തികൾ അനാസക്തരായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് പോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നു. യോഗിനഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണാബോധമുള്ളവർ, അതായത് ഭഗവാനുമായി ബന്ധപ്പെട്ടവർ. അപ്പൊ അവര് എങ്ങനെ കർമ്മം ചെയ്യുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവരുടെ എല്ലാം, അതായത് കായേന ശരീരം കൊണ്ട് അവര് ചെയ്യുന്ന ജോലികൾ അതെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ചെയ്യുന്നു. നമുക്ക് ശ്രീമദ് ഭാഗവതത്തില് അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രം നമുക്ക് അറിയാം. അദ്ദേഹം നടക്കുന്നതിന് അത് കൃഷ്ണക്ഷേത്രത്തിലേക്ക് കാലുകൾ നടക്കാൻ വേണ്ടി ഉപയോഗിക്കും, കണ്ണുകള് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഉപയോഗിക്കും, കൈകള് ഭഗവാന് വേണ്ടിയിട്ട് പൂ പറിക്കാൻ വേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ പാദസേവനത്തിന് വേണ്ടി ഉപയോഗിക്കും, മനസ്സ് സദാസമയം ഭഗവാൻ അർപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ദൈനംദിന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോ അദ്ദേഹം ഒരു മഹാരാജാവായിരുന്നു പോലും അദ്ദേഹം ഒരു വലിയൊരു യോഗിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരാണ് യോഗികൾ എന്ന് പറയും. അവര് കർമ്മം കുറുവന്തി, അവരും കർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവര് കർമ്മം ചെയ്യുന്നത്. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും. അവരുടെ ബുദ്ധി ഇനി ഭഗവാന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അവരുടെ ബുദ്ധി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും പ്രത്യേകത എന്താണ്? അത് സംഘം തെക്വ, അവര് അതിനോട് യാതൊരു തരത്തിലുള്ള ആസക്തിയും ഇല്ലാതെയാണ് അവര് കർമ്മം ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാൻ, ഇപ്പൊ ബാങ്കിലെ ക്യാഷ് കൗണ്ടറിൽ കാഷ്യർ ഇരിക്കുന്നുണ്ടാവും. അയാളുടെ അടുത്ത് മുമ്പിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാവും. പക്ഷെ അയാൾക്കറിയാം അതൊന്നും അയാളുടെ അല്ല. ആ പൈസ അതൊക്കെ വരുന്ന കസ്റ്റമേഴ്സിന്റെ പൈസയാണ്. അയാള് കുറച്ചു നേരത്തേക്ക് അത് ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കാഷ്യർക്ക് ആ പണത്തിനോട് യാതൊരു തരത്തിലുള്ള ആസക്തിയും ഇല്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇപ്പൊ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ചിന്ത മനസ്സിലുണ്ടാവണം, ഇതൊന്നും തന്നെ എൻ്റെ അല്ല. നമ്മൾ താമസിക്കുന്ന വീടായാലും ശരി, നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളായാലും ശരി, എല്ലാം തന്നെ ഭഗവാന്റെയാണ്. നമ്മൾ കുറച്ച് സമയത്തേക്ക് അത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
10, 50, 60 വർഷം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു വീട്ടിൽ വസിക്കുന്നു. അതിന്റെ അർത്ഥം ആ വീട് നമ്മളുടെ ആണെന്നല്ല. നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോ പലരും ഇപ്പോ ഡാമിലൊക്കെ വരുന്ന സമയത്ത് ഗസ്റ്റ് ഹൗസിൽ മുറിയെടുത്ത് താമസിക്കുന്നുണ്ട് അല്ലെ. അവർക്കൊന്നും പറയാൻ പറ്റില്ല ഈ മുറി എന്റേതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ 1 ദിവസം 2 ദിവസത്തേക്ക് വരുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകത്തേക്ക് നമ്മൾ താൽക്കാലികമായിട്ട് 50, 60 വർഷത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഭഗവാൻ തരുന്നതാണ് ഈ വീട് അല്ലെങ്കിൽ വാഹനം, അതെല്ലാം. അപ്പോ ഒന്നും തന്നെ നമ്മളുടെ അല്ല. അപ്പോ സംഘം തെക്വ, നമ്മള് അതിനോടെല്ലാം ആസക്തി കൂടാതെ നമ്മള് കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരാണ് കൃഷ്ണാബോധമുള്ളവര് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ പ്രഭുവാദിൽ ഭക്തിരസാമത സിന്ധു എന്ന് ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. യസ്യ ഹരേർദാസ്യേ കർമ്മണ മനസാഗിര നിഖിലേഷു അപി അവസ്ഥാസു ജീവൻ മുക്ത സ ഉച്യതേ എന്ന് പറയുന്നുണ്ട്. കർമ്മണ മനസാഗിര, നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം തന്നെ നമ്മള് ഹരേർദാസ്യ, നമ്മുടെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ളവര് ജീവൻ മുക്ത, അവര് മുക്താത്മാക്കളായിരിക്കും എന്നിവിടെ ഭക്തിരസാമത സിന്ധുവിൽ ശ്രീ രൂപഗോസ്വാമി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണ് മുക്താത്മാക്കൾ. അല്ലാതെ നമുക്ക് ഈ ശരീരം ത്യജിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല, വേറൊരു ലോകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇതേ ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മുക്താത്മാക്കളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? നമ്മള് ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരും നമ്മൾ ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, നമ്മൾ എല്ലാം ഭഗവാന്റെ സേവനത്തിനോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ആസക്തി ഇല്ലാതാവും. ഏത് തരത്തിലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനോട് നമുക്ക് ഒരിക്കലും ആസക്തി ഉണ്ടാവാൻ പാടില്ല. ആസക്തി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ഈ ഭൗതിക ലോകത്തില് തളച്ചിടും. ഇപ്പോ ഭഗവാൻ ഇതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല അല്ലെ. ഭഗവാൻ പൂർണ്ണതൃപ്തനാണ്. ഭഗവാന് യാതൊന്നിനും തന്നെ ആവശ്യമില്ല. പക്ഷെ ആത്മശുദ്ധിയെ, നമ്മളുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് ഈ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു കൊച്ചുകുട്ടി എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കും അല്ലെ. എന്നിട്ട് അത് വളരെ സ്നേഹത്തോട്ട് ആ കൊച്ചുകുട്ടി ആ കളിപ്പാട്ടം കൊണ്ടിട്ട് അച്ഛന് കൊടുക്കും. അപ്പൊ അച്ഛനറിയാം അതിനത്ര വലിയ മൂല്യമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിട്ട് അത് വലിയ മൂല്യമുള്ളൊരു വസ്തുവാണ്. അപ്പോ കുട്ടി അത് സ്നേഹത്തോട് കൊണ്ടു കൊടുക്കുമ്പോൾ അച്ഛനും വളരെ സ്നേഹത്തോട്ട് അത് വാങ്ങിക്കും. കുട്ടിയുടെ പുറത്തൊക്കെ കെട്ടി വീണ്ടും നമ്മൾ എൻകറേജ് ചെയ്യും, കുട്ടി ഇനിയും അതുപോലത്തേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു അല്ലെ. അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പോ ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെയിന്റ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു യോഗി പോലെ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം ഇതുപോലെ ഒരു പഠാനായിട്ട് ഇതുപോലെ അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഗുരു ഗോവിന്ദ് സിംഗ് നല്ല ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ പഠാനും അതുപോലെ ശക്തിയാണ്. പക്ഷെ ഗുരു ഗോവിന്ദ് സിംഗ് അയാളെ മലത്തി അടിച്ച് അങ്ങനെ താഴ്ത്തിട്ട് നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് അയാൾ ഇടിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പഠാൻ എന്ത് ചെയ്തു? ഗുരു ഗോവിന്ദ് സിംഗിന്റെ മുഖത്തേക്ക് ഒരു തുപ്പൽ തുപ്പി. അപ്പൊ ഗുരു ഗോവിന്ദ് സിംഗ് അവിടെ നിന്നിട്ട് മിണ്ടാതെ പോയി. അപ്പൊ ഈ ഗുരു ഗോവിന്ദ് സിംഗിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് മിണ്ടാതെ പോയത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഞാനത് ധർമ്മയുദ്ധമായിട്ടാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് അതിനോട് യാതൊരു ആസക്തിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ പഠാൻ എന്റെ മുഖത്തേക്ക് തുപ്പിപ്പോഴ് അതൊരു അധർമ്മമായി, അത് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെയുള്ളതിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് യുദ്ധം ചെയ്യാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് പോയത് എന്ന് പറഞ്ഞു. ഇപ്പോ ശ്രീരാമചന്ദ്രൻ മറ്റേ കടല് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സമുദ്രത്തിന്റെ തീരത്ത് ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ കടല് കടക്കുക? ഇപ്പോ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അതിനല്ലേ നിങ്ങളെല്ലാവരും കൂടെ പാലുണ്ടാക്കുന്നത്. അപ്പോ ശരി, പാലുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ 10 തലയുള്ള രാവണനെ വധിക്കാനായിട്ട് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് അത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവണമെന്ന് പറഞ്ഞു. അപ്പോ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് പറഞ്ഞു, നീ ഇങ്ങനെ പേടിച്ചിരുന്നാൽ എങ്ങനെയാ ശരിയാവുക? കാരണം
എനിക്കിപ്പോ രാവണനെ വധിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കടല് കടന്ന് അപ്പുറത്ത് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ചെറുവിരലൊന്ന് അനക്കിയാൽ മതി, രാവണന്റെ കഥ അതോട്ട് കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സുഗ്രീവൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇത്രയും ഈ പാലുണ്ടാക്കുന്നതും അപ്പുറത്ത് പോകുന്നതും? അങ്ങ് ഹനുമാനോട് പറഞ്ഞു സീതാദേവി എവിടെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ, കരയുണ്ടായിരുന്നു, അങ്ങ് പോയി സീതാദേവിയെ കണ്ടിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അപ്പോ ശ്രീരാമചന്ദ്രൻ പറയാണ്, ഇതെല്ലാം എന്റെ വെറും അഭിനയം മാത്രമാണ്. കാരണം എന്താണ്? ഞാൻ ഇങ്ങനെ അഭിനയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുള്ളൂ. ഹനുമാന് കടല് ചാടി ലങ്ക വരെ പോകാനും അതുപോലെ തന്നെ സീതാദേവിയെ കണ്ടുപിടിക്കാനും അതിൽ നിങ്ങൾക്ക് ഈ പാലം കെട്ടാനായിട്ട് കല്ലുകൾ പറക്കി കൊണ്ടുവരാനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഈ രാക്ഷസന്മാരുടെ യുദ്ധം ചെയ്യാനും ഉള്ള അവസരം, അത് എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാടകം ഞാൻ അഭിനയിക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോ രാവണനെ കൊല്ലാനായിട്ട് യാതൊരു പ്രയാസവും ഉള്ളൊരു കാര്യമല്ല എന്ന് പറയണ്ടായിരുന്നു. അപ്പോ ഭഗവാൻ നമുക്ക് എപ്പോഴും അവസരങ്ങൾ തരാണ് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കലോ ചെയ്യാൻ പാടില്ല. ചിലപ്പോ ചില ഗുരുക്കന്മാര് ശിഷ്യന്മാരോട് പറയും, നീ ഈ പാത്രം ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോവാ, ഞാൻ ഇവിടെ കുളിക്കട്ടെ, എനിക്ക് കുളിക്കാനായിട്ട് പാത്രം വേണം, പാത്രം വൃത്തിയാക്കി കൊണ്ടുവരാൻ പറയും. അപ്പൊ പാത്രം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരു എന്ത് ചെയ്യും? അതും കൊണ്ട് നേരെ സമുദ്രത്തിൽ ഇറങ്ങും, ആ പാത്രം കൊണ്ട് വെള്ളം കോരി ഒഴിച്ചിട്ട് അങ്ങനെ കുളിക്കുകയും ചെയ്യും. അപ്പൊ ചില ശിഷ്യന്മാര് ചോദിക്കും, അപ്പൊ ഗുരുജി അങ്ങിപ്പോ വെള്ളത്തിൽ ഇറങ്ങിയിട്ടല്ലേ നിൽക്കുന്നത്, അപ്പൊ ഈ പാത്രത്തിന്റെ ആവശ്യം എന്താണ്? അങ്ങക്ക് അങ്ങ് മുങ്ങി കുളിച്ചാ പോരെ? അപ്പൊ ഗുരുജി പറയും, ഇപ്പോ ഞാൻ ഈ പാത്രം കഴുകാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അത് ചെയ്യുള്ളൂ. ആ പാത്രം കഴുകാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു സേവനം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ എനിക്ക് വെള്ളത്തിൽ വെറുതെ മുങ്ങി കുളിച്ചൊക്കെ വരാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് ശ്രീല പ്രഭുപാദര് വിദേശത്ത് പോയ സമയത്ത് ശിഷ്യന്മാര് ശ്രീല പ്രഭുപാദർക്ക് വേണ്ടിയിട്ട് എന്തും തന്നെ ചെയ്യാൻ സന്നദ്ധരായിരുന്നു. വാസ്തവത്തില് അവർക്ക് അതിനുള്ള യോഗ്യതകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം കഞ്ചാവും ചരസും അടിച്ചു നടന്നിരുന്നവര്, അവർക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ്? പക്ഷെ ശ്രീല പ്രഭുപാദരെ അവരെ എല്ലാവരെയും വളരെ ഉന്നത ഗുണമുള്ള ശിഷ്യന്മാരാക്കി മാറ്റിയെടുത്തു. എങ്ങനെ? അത് സേവനത്തിൽ കൂടെ. ശ്രീല പ്രഭുപാദർക്ക് കാരണം അവരാരും കൃഷ്ണനെ പറ്റി കേട്ടിട്ടോ കൃഷ്ണനെ കണ്ടിട്ടോ കൃഷ്ണന്റെ പടങ്ങൾ പോലും അവരാരും കണ്ടിട്ടില്ല. പക്ഷെ ശ്രീല പ്രഭുപാദർക്ക് സേവനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും ഉന്നത നിലവാരത്തിലുള്ള ഭക്തന്മാരായിട്ട് മാറി. അപ്പൊ സേവനം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. കുന്തിദേവി ഒരിക്കലും തന്നെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നില്ല ഭഗവാനോട്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് 1-ാം സ്കന്ധത്തില് 8-ാം അധ്യായത്തില്, എപ്പോഴും എനിക്ക് ആപത്ത് മാത്രം തരൂ എന്നുള്ളതാണ് കുന്തിദേവി പറഞ്ഞിരുന്നത് അല്ലെ. വിപദ സന്തുദാശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം എന്ന് പറയുന്നുണ്ട്. എനിക്ക് എപ്പോഴും കഷ്ടതകൾ മാത്രം തരൂ ഭഗവാൻ എന്നാണ് കുന്തിദേവി പറയുന്നത്. കാരണം എന്താണ്? കഷ്ടതകൾ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ അങ്ങയെ ഓർക്കും. അങ്ങയെ ഓർക്കുമ്പോ അങ്ങ് എന്റെ മുന്നിൽ പ്രത്യക്ഷനാവും. ഭവതോ ദർശനം യസ്യാത്, അങ്ങ് എന്റെ മുന്നിൽ പ്രത്യക്ഷനാവും. അതുവഴി എനിക്ക് അങ്ങയെ ദർശിക്കാനായിട്ട് സാധിക്കും. അങ്ങയെ ദർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ പുനർഭവ ദർശനം, ഇനി വീണ്ടും ഒരു ശരീരം എനിക്ക് സ്വീകരിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും കഷ്ടതകൾ മാത്രം തരൂ എന്നാണ് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പൊ ഭഗവാനോട് സേവനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ അങ്ങനെ കർമ്മഫലം ത്യജിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് അതുകൊണ്ട് നേടാൻ സാധിക്കുന്നത്? കർമ്മഫലം ത്യജിക്കാത്തവർക്ക്
എന്ത് സംഭവിക്കും എന്നുള്ളതാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 12. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിപദ്യതേ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിപദ്യതേ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിപദ്യതേ. ഹരേ കൃഷ്ണ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. കൃഷ്ണ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാത വിവർത്തനവും ഭാവാർത്ഥവും. യുക്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർ കർമ്മഫലങ്ങളെല്ലാം ത്യജിച്ചിട്ട് നൈഷ്ഠികീം ശാശ്വതമായ ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു. അയുക്ത കൃഷ്ണാവബോധം ഇല്ലാത്തവൻ കാമകാരേണ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ ഫലേ സക്തോ ഫലങ്ങളിൽ സക്തനായിട്ട് നിബദ്ധ്യതേ ബന്ധിക്കപ്പെടുന്നു. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർ കർമ്മഫലങ്ങളെല്ലാം ത്യജിച്ചിട്ട് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. കൃഷ്ണാവബോധം ഇല്ലാത്തവൻ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ ഫലങ്ങളിൽ സക്തനായിട്ട് ബന്ധിക്കപ്പെടുന്നു. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഭഗവാനോട് ഈ കമ്പാരിസൺ തന്നിരിക്കുന്നത്. യുക്ത അയുക്ത. യുക്ത എന്ന് പറഞ്ഞെങ്കിൽ ഭക്തിയുത സേവനത്തില് ഏർപ്പെടുന്നവര്, അയുക്ത എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തവര്. അപ്പൊ ഇവര് രണ്ടും പേരും തമ്മിലുള്ള ആ പ്രവർത്തനത്തിലുള്ള വ്യത്യാസത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പൊ യുക്തരായിട്ടുള്ള, അതായത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവരെന്ത് ചെയ്യും? കർമ്മഫലം ത്യക്ത്വ, അവര് കർമ്മഫലങ്ങളെല്ലാം ഉപേക്ഷിക്കും. എങ്ങനെ ഉപേക്ഷിക്കും? അവര് അതെല്ലാം ഭഗവാന് സമർപ്പിക്കും. അപ്പോ അതേസമയം അയുക്തരോ, അവര് കാമകാരേണ, അവര് ചെയ്യുന്ന പ്രവൃത്തികളോട് അവർക്ക് അത്യാഗ്രഹമാണ്. വീണ്ടും വീണ്ടും നേടണം എന്നുള്ള ആ ഒരു ആസക്തി. ആ ഒരു ആസക്തി കാരണം അവര് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജന്മം എടുക്കേണ്ടി വരും. അതേസമയമോ യുക്ത, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവരോ നൈഷ്ഠികി, ശാശ്വതമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുന്നു എന്നാ പറയുന്നത്. നൈഷ്ഠികമായ ശാന്തി എങ്ങനെ പ്രാപിക്കാനായിട്ട് സാധിക്കും? കാരണം അവർക്ക് കർമ്മഫലം ഇല്ലാത്തത് കൊണ്ട്. നമ്മള് 2ാം അധ്യായത്തില് കണ്ടു അല്ലെ, കർമ്മ വികർമ്മ 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അവർക്ക് ഇപ്പൊ പാപഫലവുമില്ല പുണ്യഫലവുമില്ല. യുക്തരായിട്ടുള്ളവർക്ക്, അതായത് ഭഗവാന്റെ സേവനത്തില് ഏർപ്പെടുന്നവർക്ക് പാപവും ഇല്ല പുണ്യവും ഇല്ല. അപ്പൊ അവർക്ക് നൈഷ്ഠികയും ശാന്തി.
അവർക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി അവർക്ക് ലഭിക്കുന്നു. എങ്ങനെ ലഭിക്കുന്നു? അവർക്ക് ഈ ശരീരം ത്യജിക്കുമ്പോൾ നേരെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം, വീണ്ടും ജന്മമെടുക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി കിട്ടുന്നു. അതേസമയം കൃഷ്ണാവബോധം ഇല്ലാത്തവര് അവര് വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാകുന്നില്ല. നമുക്ക് പോയിന്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ കൃഷ്ണാവബോധം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആസക്തി ഇല്ല, കാരണം അവരുടെ ആസക്തി ഭഗവാനോടാണ്. അതേസമയം കൃഷ്ണാവബോധം ഇല്ലാത്തവർക്ക് അവരുടെ ആസക്തി എന്ന് പറയുന്നത് അവരുടെ ചെയ്യുന്ന കർമ്മങ്ങളോടാണ്. പിന്നെ 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 പറയുന്നത് എന്താണ്? കൃഷ്ണൻ പ്രഭുവായൂടെ പറയുന്നുണ്ട്, കൃഷ്ണൻ സർവമംഗളകാരിയാണ്. അതേസമയം പാപഫലങ്ങളുടെ ചിന്തകളോട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ശാന്തി ലഭിക്കില്ല. കാരണം അവർക്ക് ഒരിക്കലും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നേടാനോ സാധിക്കില്ല എന്ന് ശ്രീപ്രഭുവായൂർ പറയുന്നു. അപ്പോ ശ്രീപ്രഭുവായൂർ പറയുന്നുണ്ട്, കൃഷ്ണൻ ഒഴികെ ഒന്നിനും തന്നെ നിലനിൽപ്പില്ല. ബ്രഹ്മദേവനടക്കം ആർക്കും തന്നെ നിലനിൽപ്പില്ല. ഭഗവത്ഗീതയില് പറയുന്നുണ്ട്, ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തന അർജുന എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മലോകം മുതൽ എല്ലാ ലോകങ്ങളും വീണ്ടും വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകുന്നതാണ്. അതേസമയം ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും ഒരു ആവർത്തിയില്ലാത്തതാണ്. കാരണം അത് ശാശ്വതമാണ്. അപ്പോ ഒരേ ഒരു പോയിന്റ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളൂ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോടുള്ള ആസക്തി വെടിഞ്ഞിട്ട് അതേ ആസക്തി തന്നെ നമ്മൾ ഭഗവാനോട് നിലനിർത്തുമ്പോൾ നമുക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി കൈവരിക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോട് നമ്മൾ ആസക്തി വെച്ച് പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരും. വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം.